വെൽക്കം ടു യെറ്റ് അനദർ നട്ടപ്പാതിര വീഡിയോ. സംഘപരിവാറിന്റെ രാജ്യദ്രോഹി ലിസ്റ്റിലേക്ക് വേടനും കയറിയിരിക്കുകയാണ് മക്കളെ. ഇനി വേടന്റെ ഷോ നടക്കുന്നിടത്ത് ചാണക ഉണ്ട വലിച്ചെറിയോ എന്നുള്ളതാണ് ഇപ്പം എൻ്റെ സംശയം. മിക്കവാറും അതിനുള്ള ചാൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ വേടൻ ഒരു ഷോൻ്റെ പെർഫോമൻസിൻ്റെ ഇടയിൽ ED റെയ്ഡും സിനിമയും എമ്പുരാൻ റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രവേഴ്സിയൊക്കെ കണ്ടിട്ടാണ് ആശാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ കണ്ട എന്താ, ഇന്ന് ആൻ്റണി പെരുമ്പാവൂരിന് EDൻ്റെ ഒരു നോട്ടീസ് പോയി എന്ന് കണ്ടു. ഇന്നലെ പൃഥ്വിരാജ്, മിഞ്ഞാന്ന് ഗോപാലൻ. ലാലേട്ടനെ മാത്രം അവന്മാരൊന്നും പറയുന്നില്ലല്ലോ. ഞാൻ മിനിമം ഒരു ആനക്കൊമ്പെങ്കിലും പുറത്തു വരുമെന്ന് വിചാരിച്ചു, അതുപോലും വന്നില്ല. കുഴപ്പമില്ല. ഇനിയിപ്പോൾ എന്താണെങ്കിലും വേടൻ എങ്ങനെ സംഘിൻ്റെ ലിസ്റ്റ് കയറി എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ, കാണാം. അതെ, സിനിമ ചെയ്തതിനൊക്കെ ED റെയ്ഡ് വരുന്ന കാലഘട്ടമാണേ. സിനിമ ചെയ്തതിനൊക്കെ ED റെയ്ഡ് വരുന്ന കാലഘട്ടമാണ്. അപ്പൊ ആരെ കുറിച്ച് എന്തൊക്കെ സംസാരിക്കണം മനസ്സിലാവുന്നുണ്ടല്ലോ മക്കൾക്ക്. അപ്പൊ സമാധാനമായിട്ട് നിങ്ങളുടെ സാമൂഹിക അവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കണം എന്നൊക്കെയുള്ള ബോധമുള്ള ആൾക്കാരെ കേട്ടിരുന്നോളോ. ദയവ് ചെയ്ത് 2 പാട്ട് കൂടി ഞാൻ കുടുംബത്തിൽ പോകണം. പാട്ട് പാടി ഞാൻ കുടുംബത്തിൽ പോകും. നിങ്ങൾ തന്നെ നോക്കിയോളോ. മനസ്സിലാവണ്ട. കോളേജിലൊക്കെ പോണ പിള്ളേരാണ്. ഭയങ്കര പൊളിറ്റിക്കലി അറിവുള്ള പിള്ളേരൊക്കെ ആയിട്ട് വളർന്നോളൂ പ്ലീസ്. കാരണം നിങ്ങൾ മാത്രമുള്ള ഇനി കാരണന്മാരെ പൊട്ടത്തരം കാണിച്ച് നടക്കണാണ്. നമ്മുടെ രാഷ്ട്രീയ സാധനങ്ങളൊക്കെ കാണണല്ലേ നിങ്ങൾ. എല്ലാ ദിവസവും വാർത്തയും ഒക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ. ഭയങ്കര അറുബോറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ. നിങ്ങൾ മാത്രം ആകെ ഒരു ഹോപ്പുള്ളോ. ആക്ച്വലി ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം സംഘപരിവാറിന്റെ ഈ കൈൻഡ് ഓഫ് ഫാസിസത്തിനെതിരെ വേടനെ പോലത്തെ ഒരു ആർട്ടിസ്റ്റ്, കാരണം വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറഞ്ഞു വന്നിട്ടുള്ള വേടനാണ്. അപ്പോൾ വേടനെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് ഇവിടെ കൃത്യമായിട്ട് യൂത്തിൻ്റെ മുന്നിൽ ഇവരെ പൊളിച്ച് കാണിക്കേണ്ടത്. അപ്പം വേടൻ പറഞ്ഞ കാര്യങ്ങൾ പലരും ഇപ്പം ഞാൻ പറയില്ല, ഞാനാണെങ്കിലും കോണ്ടന്റ് ചെയ്ത സമയത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കേസാണ്. ഓക്കെ, ഇനി ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന പരിപാടികളും ഈ പറഞ്ഞ ഹവാല ഇടപാടുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി പൃഥ്വിരാജ് ആണെങ്കിലും നമ്മുടെ ഗോപാൽജി ആണെങ്കിലും ഇല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂരാണെന്നെങ്കിലും ആ സിനിമ റിലേറ്റഡ് ആയിട്ട് ആര് അങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നുണ്ടെങ്കിലും അന്വേഷിച്ചോട്ടെ. കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷിക്കാം. അന്വേഷിച്ചതിന് ശേഷം അതിൽ അവരെന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് തക്കതായ ശിക്ഷ കൊടുക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഒരു അപ്രഖ്യാപിത വിലക്ക് വരെ കൊണ്ടുവന്നത് സംഘപരിവാറാണ്. അപ്പം ആ ടൈമിൽ തന്നെ സെൻട്രൽ ഏജൻസികൾ നേരെ ഈ സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാവരുടെയും അടുത്ത് നോട്ടീസ് കൊടുത്ത് അവരുടെ ഓഫീസിൽ കയറി ഇറങ്ങുക എന്നുള്ള പരിപാടി ചെയ്യുമ്പോൾ ആദ്യം ഗോപാൽജിക്ക് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു നോർമൽ പ്രൊസീജിയർ. നടക്കുന്ന അടുത്ത ദിവസം പൃഥ്വിരാജ്, നടക്കുന്ന അടുത്ത ദിവസം ആൻ്റണി പെരുമ്പാവൂർ. മേജർ സാറ് വന്നുകൊണ്ട് മാത്രം നമ്മളെ ലാലേട്ടൻ രക്ഷപ്പെട്ടു. BJPയുടെ വൈസ് പ്രസിഡന്റ് ഇറങ്ങി വന്നുകൊണ്ട് മൂപ്പര് പ്രൊട്ടക്റ്റഡായി. നീ മൂപ്പരും പെട്ടിന്ന്. അല്ല ഇനിയിപ്പോൾ ലാലേട്ടൻ പണ്ട് മറ്റേ കൊറോണയ്ക്ക് പ്ലേറ്റ് മടിച്ചുകൊണ്ട് രക്ഷപ്പെടുത്തിയതാണോ എന്ന് അറിയില്ല. ചിലപ്പോൾ അങ്ങനെയായിരിക്കും കേട്ടോ. മൂപ്പരൊരു അപ്രഖ്യാപിത സംഖ്യയാണല്ലോ നമ്മളെ കേരളത്തിലെ ലാലേട്ടൻ. അപ്പം പിന്നെ മൂപ്പര അതുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണോ എന്നും കണ്ടറിയണം. എന്താണെങ്കിലും ഇത്രകാലം നമ്മുടെ വേടൻ്റെ പാട്ടുകൾക്ക് ചാടി കളിച്ചിരുന്ന സംഘ് ബെൽറ്റ് നാളെ മുതൽ അതിന് കൂവി തുടങ്ങുന്നുള്ള കാര്യം എന്താണെങ്കിലും ഉറപ്പാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി പൊങ്കാല തുടങ്ങിയിട്ടുണ്ട് വേടനെതിരെ. ഇതിനൊക്കെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. വേടന് വേണ്ടിയിട്ടുള്ള പൊങ്കാലകളുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, എന്ന് മുമ്പ് പീഡന കേസോ പോക്സോ കേസോ വന്ന മുതൽ ബെസ്റ്റ് ആർക്കാരാ ഉപദേശിക്കണത്, ഇവൻ്റെ പാട്ടുകളിലെ ഹിന്ദു വിരുദ്ധത ആരും അറിയാതെ പോകരുത്. എൻ്റെ പൊന്നളിയാ, ചെറിയൊരു തിരുത്തുണ്ടല്ലോ മോനെ. സിനിമ ചെയ്തതിന് ED വരുന്ന കാലമല്ല, ED വരുന്ന കാലത്ത് സിനിമ ചെയ്തതാണ്, അതും രാജ്യവിരുദ്ധ സിനിമ. മനസ്സിലായോ മോനെ? തെറ്റിദ്ധരിക്കരുത്, ധരിപ്പിക്കുകയും അരുത്. എങ്ങനെ ഇരിക്കുന്നു? രാജ്യവിരുദ്ധ മെയിൻ. മോനെ വേടൻ രാജ്യവിരുദ്ധനായി എന്നുള്ള കാര്യം എന്താണെങ്കിലും സർട്ടിഫിക്കറ്റ് കുറച്ച് സംഘ ഹാൻഡിലുകൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. നാളെ ആകുമ്പോഴത്തേക്കും കത്തിപ്പിടിച്ചോളും. ഞാൻ വേടൻ്റെ ബാക്കി കുറേ ഇൻ്റർവ്യൂസിലൊക്കെ വേടനൊരു കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. വേടൻ നമ്മുടെ രാഷ്ട്രീയപരമായി ഒരുപാട് മുന്നേറി നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളം എന്നൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോഴും ഒരു പാരഞ്ജിത്തോ, നമുക്കൊരു മാരി സെൽവരാജോ, നമുക്കൊരു വെട്രിമാരനോ ഒന്നും ഇല്ല. നമുക്കൊരു കറുത്ത നടനുണ്ടോ?
വിനായകനുണ്ട് ഫോർച്ചുനേറ്റ്ലി. അതെ, വിനായകൻ ചേട്ടനുണ്ട്. നമ്മളൊന്നും മര്യാദയ്ക്ക് ഉപയോഗിക്കണമെന്നില്ല വിനായകൻ ചേട്ടൻ. മലയാളികൾ എവിടെയും വിനായകൻ ചേട്ടൻ മര്യാദയ്ക്ക് ഉപയോഗിച്ചാണ്. കമ്മട്ടിപ്പാടത്തിനകത്തൊക്കെ രാജീവേട്ടനൊക്കെ ചെയ്തു വെച്ച ഒരു നല്ലൊരു സാധനം. എന്നാലും പുള്ളിക്കാരനൊന്നും ഉപയോഗിക്കില്ല. നമ്മുടെ ആൾക്കാർ ഇതൊന്നും കണ്ട് മനസ്സിലാക്കാനുള്ളൊരു നമുക്കൊരു കറുത്ത മോഡലുണ്ടോ? നമുക്ക് ഏത് പോസ്റ്ററിലൊരു കറുത്ത മോഡലിനെ കാണാൻ പറ്റും നമുക്ക്? ഞാൻ ദുബായി പോയപ്പോഴേ ഫുൾ കറുത്ത മോഡൽസ് എവിടെ നോക്കിയാലും ഒക്കെ കറുപ്പിക്കണം. അപ്പൊ ഞാനൊക്കെ ബ്ലിങ്കസി ആയിപ്പോയി. ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ മോഡലും എല്ലാം കറുപ്പ് ആൾക്കാരായിരുന്നു. നമ്മുടെ ഉമ്മർത്തില്ലല്ലോ അത്. നവമി ക്യാമ്പലും ഒക്കെ ഉണ്ട് നമുക്ക്. ഇത് നമ്മുടെ ഉമ്മർത്തില്ല. നമ്മള് വാതിൽ തുറന്ന് കാണുമ്പോ നോർത്തിലേതാ ഷെറൈനൊക്കെ നമ്മൾ കാണുന്നത്. നമ്മുടെ നാട്ടിലെ സ്ത്രീയായിട്ട് ഒരു ബന്ധമില്ല. നമ്മുടെ അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കണേ? ഓക്കെ, ആ പൊളിറ്റിക്സ് തന്നെയാണ് വേടന്റെ എഴുത്തുകളിലും വേടന്റെ ഒരു ലിറിക്സ് എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവുക. പിന്നെ റാപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പാട്ടുകാരനെ പോലെ ഇങ്ങനെ സിനിമയിൽ പാട്ട് എഴുതുന്നതോ അങ്ങനെ ആ സ്കീമല്ല. ഓക്കെ, റാപ്പേഴ്സ് കുറച്ചും കൂടി സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സൊസൈറ്റിയിൽ നടക്കുന്ന അവസ്ഥകളൊക്കെ വെച്ചിട്ട് യൂത്തിനെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന രീതിയിൽ റാപ്പേഴ്സ് വഴി കുറേ എന്താ പറയുക റെവല്യൂഷണറി വിപ്ലവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കുറേ രാജ്യങ്ങളിൽ. സോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ യൂത്തിന് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ മെയിൻ സ്ട്രീം സിനിമ നടന്മാർ വരെ സംസാരിക്കാൻ മടിക്കും. മനസ്സിലായോ? ഒരു ശബ്ദം ഉയർത്താൻ മടിക്കും. നമ്മൾ തന്നെ എമ്പുരാൻ ഇഷ്യൂ ഉള്ളപ്പോൾ കണ്ടതാണ്. ഒരു ആസിഫ് അലി വന്നിട്ട് പോയി, അതിലപ്പുറം ആരുമില്ല. പേടിയാണ്. നിലനിൽപ്പും നിലനിൽക്കാനുള്ള പെടാപ്പാടും, ഈ രണ്ട് സാധനം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് ആരും പറയാൻ മടിക്കും. അപ്പം പിന്നെ ഒരു മടിയില്ലാതെ യൂത്തിൻ്റെ മുന്നിൽ ഇത്ര ഗഡ്സിൽ സംഗതി പറഞ്ഞു എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേടനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അല്ലാതെ ഈ മിണ്ടാതിരുന്നിട്ടോ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാതിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കയറിപ്പോയാൽ രാജ്യവിരുദ്ധരാക്കും, അത്രയല്ലേ ഉള്ളൂ. കുഴപ്പമില്ല, അത് സഹിക്കുക, അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ്. അപ്പോൾ നിലപാടുള്ളവർ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക. നിലനിൽക്കാൻ പെടാപ്പാടാണ് നിങ്ങളുടെ ആവശ്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നിലപാടും പറയാതെ പെടാപ്പാട് പെട്ട് ജീവിക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ വേടൻ അടിപൊളി, ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ ഈ പറഞ്ഞതിന് വേടനെ കുരിശ് കയറ്റാനും നാളെ വേടൻ്റെ അടുത്തേക്ക് ഇടീനെ അയക്കാനും അല്ലെങ്കിൽ വേടനെ നീ അങ്ങോട്ട് സംഘ് ടീമുകൾ ലിസ്റ്റ് കയറ്റിയിട്ട് തീർത്ത് കളയാന്നാണെന്നുണ്ടെങ്കിലും ചെക്കൻ എഴുതുന്ന എഴുത്തും വാഹേന്ന് നാക്കും അത് നിങ്ങളുടെ മറ്റെന്താ പറയുക വർഗീയതയേക്കാൾ മൂർച്ചയുള്ള സാധനങ്ങളാണ്. നല്ല അടിക്കും. ഒരു സാധനം എഴുതി വിട്ടാണ്ടല്ലോ അത് മതിയാവും. ഇത്ര കാലം കളിച്ച കളിയൊന്നുമില്ല. സംഘ ടീമിനെ നിർത്തി കത്തിക്കാനുള്ള മുതലാണ് അപ്പൊ ആ സാധനം ചെക്കനെ പ്രൊവോക്ക് ചെയ്യാൻ പോണ്ടങ്ങള് എഴുതി ഇല്ലാതാക്കി കളയും നിങ്ങളെ. മനസ്സിലായോ? അതാണ് ആ ബ്രാൻഡ്. അങ്ങോട്ട് ചൊറിയാൻ നിൽക്കണ്ട.